എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ മദ്യപിച്ചത്, അച്ഛനോട് മദ്യപിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. അലീന ചേച്ചിയും പറഞ്ഞിട്ടുണ്ട്, ഇത് നോക്കിയോ ഉറപ്പായിട്ട് ഞാൻ അലീന ചേച്ചിയോട് വിളിച്ച് പറയും, ഇത് ശരിയാകിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട, നീ അവളോട് വിളിച്ച് പറയൊന്നും വേണ്ട, അച്ഛൻ ഇനി കുടിക്കത്തൊന്നുമില്ല, ഇന്ന് ഇത്തിരി സ്ട്രെസ്സ് കൂടിപ്പോയി അതുകൊണ്ട് കുടിച്ചതാ, ഇനി കുടിക്കുകയില്ല എന്ന് പറയുന്നു. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, വേണ്ടായിരുന്നു, മദ്യപിക്കണ്ടായിരുന്നു, അച്ഛൻ ഭക്ഷണം കഴിച്ചു ഇതിനിടയ്ക്ക് എന്നോട് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഭക്ഷണം കഴിച്ചു, എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മരുന്ന് കഴിച്ചില്ലെങ്കിലും മദ്യം കഴിക്കുമ്പം ഭക്ഷണം കഴിച്ചോണമെന്ന്, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചതാണ് എന്ന് പറയും. എന്നാൽ നമുക്ക് പോയി കിടക്കാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ്റെ കൈക്ക് പിടിച്ച് അങ്ങനെ അവരങ്ങ് പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടെ വൈജയന്തി നിൽക്കുന്നത് കാണുന്നത്. അപ്പം ബാലേന്ദ്രൻ വൈജയന്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു പുച്ഛഭാവത്തിൽ ഒരു ചിരിയുണ്ട്. അത് കഴിഞ്ഞ് അങ്ങ് പോകാൻ തുടങ്ങുമ്പം സ്വാഭാവികമായിട്ടും വൈജയന്തിക്ക് ചൊറിച്ചിൽ വരുമല്ലോ. അപ്പം വൈജയന്തി പറയുവാണ്, അതെ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതിനു മുമ്പ് നിങ്ങൾ ഇതുപോലെ മദ്യപിച്ച് തലകുത്തി മറിഞ്ഞപ്പോഴാണ് നേരെ ICUയിലേക്ക് കൊണ്ട് കയറ്റിയത്, അതുകൊണ്ട് ഇത് തുടരാനാണ് ഭാവമെങ്കിൽ പറഞ്ഞേരെ, അതങ്ങ് ബുക്ക് ചെയ്തിട്ടേക്കാം, അപ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ ആഹാ എന്ന് പറഞ്ഞ് വൈജയന്തിയോട് സംസാരിക്കാൻ വരുവാണ്. അന്നേരം കൃഷ്ണമോള് തടയുന്നുണ്ട് കേട്ടോ, വേണ്ട അച്ഛാ, ഒന്നും പറയണ്ട, നമുക്ക് പോയി കിടക്കാം എന്ന് പറഞ്ഞ്. അന്നേരം ഇല്ല മോളെ, ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വൈജയന്തിയുടെ അടുത്തോട്ട് വരുന്നു. എന്നിട്ട് വൈജയന്തിയോട് പറയുവാണ്, അതെ, സത്യമായ കാര്യമാണ്, ഞാൻ മദ്യപിച്ചതുകൊണ്ട് തന്നെയാണ് ഞാൻ ICUയിൽ കയറിയത്, അതിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതുപോലെ നിനക്കും അഹങ്കാരം കൂടി പുറത്തു പോയി ആക്സിഡൻ്റ് ഉണ്ടായിട്ടാണല്ലോ തവള കിടക്കുന്ന പോലെ കൈയും കാലും ഒടിഞ്ഞ് ICUയിൽ കിടന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ICUയിൽ കിടന്നവരാണ്, അതുകൊണ്ട് നീ ഈ ഒരു കാര്യത്തിൽ എന്നെ ഉപദേശിക്കാനായിട്ടിങ്ങ് വരണ്ട, അതെന്താ വേണ്ടത് എന്ന് എനിക്കറിയാം എന്ന് പറയുന്നു. അന്നേരം വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പിന്നെ ഇതുപോലെ ഇനിയും ICUയിൽ കയറേണ്ട ഒരവസ്ഥ ബാലേന്ദ്രന് വന്നിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ICUയിലേക്കൊന്നും പോവുകയില്ല, നേരെ ഒരു പോക്ക് അങ്ങ് പോകത്തേ ഉള്ളൂ, പിന്നെ ബാലേന്ദ്രൻ ഇങ്ങോട്ട് തിരിച്ച് വരികയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. എവിടേക്കോ ചെറിയൊരു വിഷമമൊക്കെ വൈജയന്തിയുടെ മുഖത്ത് കാണിക്കുന്നുണ്ട്. ഏതായാലും ബാലേന്ദ്രൻ അങ്ങ് കയറി പോകാൻ തുടങ്ങുന്നു. അത് കഴിഞ്ഞ് ഒന്നുകൂടെ വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുവാണ്, അതെ, അധികമായാൽ അമൃതവും വിഷം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ നിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും അല്ല, അധികമൊന്നും ആകണ്ട, ഒരു ശകലം മതി, മൊത്തം വിഷമാണല്ലോ എന്ന് പറയുന്നു. അന്തേക്കും കൃഷ്ണമോള്, മതി അച്ഛാ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പിടിച്ച് കയറ്റിക്കൊണ്ടാൻ തുടങ്ങുവാണ്. അന്നേരം നിൽക്ക് മോളെ, വൈജയന്തി മാഡത്തിനോട് ഞാൻ ഗുഡ് നൈറ്റ് പറയട്ടെ, അല്ലെങ്കിൽ വൈജയന്തി മാഡത്തിന് ഇഷ്ടപ്പെടുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വേണ്ട, വാ എന്ന് പറഞ്ഞ് പിടിച്ച് കയറ്റിക്കൊണ്ട് പോവാണ് കൃഷ്ണമോള്. പോകുമ്പോഴും ഇതൊക്കെ തന്നെ പിന്നെയും പറയുന്നുണ്ട്, ഗുഡ് നൈറ്റ് പറയണമായിരുന്നു, പറഞ്ഞാലേ മാഡത്തിന് ഇഷ്ടപ്പെടുകയുള്ളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തിരി എന്തോ ഒരു വിഷമത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ബാലേന്ദ്രൻ്റെ കാര്യത്തിൽ വലിയ വിഷമമൊന്നും സാധാരണ വരാറുള്ളതല്ല വൈജയന്തിക്ക്, എങ്കിലും ഇത്തിരി സങ്കടത്തോടെ നിൽക്കുന്ന വൈജയന്തിയാണ് കാണിക്കുന്നത്. ഏതായാലും ബാലേന്ദ്രൻ ഒരുവിധം റൂമിലോട്ട് എത്തുന്നു. അതിനു മുമ്പ് ചെറുതായിട്ട് വീഴാൻ തുടങ്ങുമ്പം കൃഷ്ണമോള് കയറി പിടിക്കും. അന്നേരം എന്നെ പിടിക്കുമൊന്നും വേണ്ട, അച്ഛൻ അങ്ങനെ വീഴത്തൊന്നുമില്ല, ബാലേന്ദ്രന് നല്ല ലെവലുണ്ട്, ലെവലില്ലായിരുന്നെങ്കിൽ പണ്ടേ വീണു പോകില്ലായിരുന്നു എന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് റൂമിൽ ചെന്നിട്ടും ഭയങ്കര വിഷമമാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു, വേണ്ടായിരുന്നു കേട്ടോ അച്ഛാ, മദ്യപിക്കണ്ടായിരുന്നു, ഇത് വേണ്ടായിരുന്നു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ, അച്ഛൻ മദ്യപിച്ചു, അതെന്തുകൊണ്ടാണ് എന്ന് മോൾക്കറിയാലോ, അച്ഛൻ ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല മോളെ, ആകെ വിഷമമാണ്, അച്ഛന് നല്ല വിഷമമുണ്ട് എന്നൊക്കെ പറയുമ്പം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ഇവിടെ അലീന ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യലായിരുന്നല്ലോ, ചേച്ചി ഇല്ലാത്തതുകൊണ്ടല്ലേ എന്ന്. അന്നേരം അവളില്ലല്ലോ, അവൾ പോയില്ലേ, എല്ലാം അറിയുന്നവൾ, അവൾ എല്ലാം എല്ലാവരോടും പറഞ്ഞു, അറിയേണ്ട ഒരാളോട് മാത്രം ഒന്നും പറഞ്ഞില്ല, ഇതെവിടുത്തെ നീതിയാണ്, ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്നു. എന്നിട്ട് കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഈ സങ്കടമൊക്കെ ഇങ്ങനെ സഹിക്കേണ്ട കാര്യമുണ്ടോ, അച്ഛൻ അത് അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കൃഷ്ണമോള് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുവാണ്, അങ്ങനെയാണെങ്കിൽ അച്ഛൻ ആ ബോംബില്ലേ അതങ്ങ് പൊട്ടിക്കട്ടെ, അത് പൊട്ടിച്ചാൽ ഇനി ആർക്ക് എന്ത് വരാനാ, ആരെ സംരക്ഷിക്കാനാണ് അച്ഛൻ അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്, അത് ഭയങ്കര ഭാരമാണ് മോളെ, അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കാൻ സാധിക്കത്തില്ല, അച്ഛനെ കൊണ്ട് ഇനി അതൊന്നും താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും കൃഷ്ണമോള് സങ്കടം വന്നിട്ട്, അച്ഛൻ ഇനി കിടന്നില്ലേ ശരിയാകിയല്ല എന്ന് പറഞ്ഞ് കട്ടിലിൽ തലേണയൊക്കെ നേരെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് കിടത്തുവാണ്. എന്നിട്ട് ബാഗും പോക്കറ്റിലിരിക്കുന്ന മൊബൈലും ഒക്കെ എടുത്ത് മാറ്റുന്നു. അന്നേരം പറയുന്നുണ്ട്, അച്ഛനെ കൊണ്ട് പറ്റില്ല, ഇനി ആരെ സംരക്ഷിക്കാൻ, എന്തിനു വേണ്ടി ഇതൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കുന്നു, എല്ലാം അച്ഛൻ പൊട്ടിക്കാൻ പോവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. വിഷമം കൊണ്ടാണ് എന്ന് കൃഷ്ണമോൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തിരുന്ന് ബാലേന്ദ്രൻ്റെ തലയൊക്കെ തലോടി ഇങ്ങനെ വിഷമത്തോടെ നോക്കിയിരിക്കുക കേട്ടോ കൃഷ്ണമോള്.
പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലിയാണ്. സ്റ്റാൻലി ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് വന്ന് ഇരിക്കുന്നു. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വല്യപ്പച്ചനും വരും. അന്നേരം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ കൈ കഴുകുന്നില്ലേ എന്ന്. അന്നേരം ഇല്ല, ഞാൻ ഇന്ന് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലടാവേ, ഞാനും ഇന്ന് ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പം അതെന്താ അലീനെ കണ്ടോണ്ടാണോ എന്ന് ചോദിക്കും. അന്നേരം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതേന്നേ, അവളെ കണ്ടുകൊണ്ട് തന്നെയാണ്. അവൾ എന്നാ വിചാരിച്ചേ, ഈ ഉപവാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ എന്തോ കേസാണെന്നോ? ഒന്നും അല്ലെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ പ്രായത്തിലും ഉപവാസം എടുത്ത് ഉപവാസം പുല്ലല്ല, വെറും വൈക്കോലാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അങ്ങനെ ഉപവാസം എടുത്തിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ മേലാത്ത അവസ്ഥ വരും, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പം കാണിച്ചു കൊടുക്കണടാ, അങ്ങനെ നമ്മളങ്ങ് വിട്ടുകൊടുത്താൽ പറ്റിയല്ലോ എന്ന് പറയും. അന്നേരം അതിനു വേണ്ടി തന്നെയാണോ വല്യപ്പച്ചൻ അപ്പച്ചൻ ഉപവാസം എടുക്കുന്നത്? എനിക്ക് ചെറിയ സംശയമുണ്ട് അപ്പച്ചൻ്റെ ഉദ്ദേശത്തിൽ എന്ന് പറയുമ്പം ഒരു സംശയത്തിൻ്റെയും കാര്യമില്ല, ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഉപവാസം എടുക്കുന്നത്, കാണിച്ചു കൊടുക്കാമെന്ന് എന്ന് പറയുമ്പോൾ എന്നാൽ ആയിക്കോട്ടെ, 2 പേരുടെ അങ്ങ് ഉപവാസം എടുക്കുക എന്ന് സ്റ്റാൻലി പറയും. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട്, 2 പേരല്ല 2 തലമുറയാണ്, നീ ഒന്ന് ഓർത്ത് നോക്കിയേ, നിൻ്റെ അപ്പച്ചനും നിൻ്റെ മകളും ഞങ്ങൾ 2 പേരൂടെയാണ് ഉപവാസം എടുക്കാൻ പോകുന്നത്, ഇതൊന്നും ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമേ അല്ല എന്ന് പറയും. അന്നേരം ആയിക്കോട്ടെ എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അന്നേരം അപ്പച്ചൻ ചോദിക്കും, എന്നാൽ നീയും കൂടെ അങ്ങ് ഉപവാസം എടുക്കുക, ഈ ഉപവാസം എടുക്കുമ്പോഴുള്ള വിഷമം എന്നാന്ന് നിനക്കറിയാലോ എന്നിങ്ങനെ പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, 2 ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരുന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അതിന് ഞാൻ ഉപവാസം എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന്. അന്നേരം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവൾ 3 ദിവസത്തിനിടയ്ക്ക് ഒരൊറ്റ ദിവസം ഇപ്പം ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ, അതിൻ്റെ എല്ലാം കാണാനുണ്ട്, ആകെ വാടി തളർന്നിരിക്കുവാണ്, നീ ഒരു കാര്യം ചെയ്യുക, അവളെ ആ പാലയിലേക്ക് തന്നെ തിരിച്ചു വിട്ടേരേ എന്ന്. അന്നേരം ഇത് കേൾക്കുന്ന ആൻ്റപ്പൻ്റെയും പൗലസിൻ്റെയും മുഖത്തൊരു തെളിച്ചമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയും, അവൾ ആ പാലയിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് നേരാവണ്ണം അവിടെ ജീവിക്കട്ടെ, അതാ നല്ലത്, ഏതായാലും നിൻ്റെ അടുത്ത് നിന്നാൽ ശരിയാകില്ല, നീ പറയുന്നൊന്നും അവൾ അനുസരിക്കുകയില്ല എന്ന് നിനക്ക് മനസ്സിലായില്ലേ, അവളുടെ സ്വഭാവം ശരിയല്ലേ, അങ്ങ് പറഞ്ഞു വിട്ടേക്കണം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ കൊണ്ട് പുനലൂർ പോവാം, അതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ, നിൻ്റെ അടുത്ത് അവൾ ചേരിയല്ല എന്നൊക്കെ പറയുമ്പം സ്റ്റാൻലിക്ക് ദേഷ്യം വന്നു തുടങ്ങി. സ്റ്റാൻലി പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. എന്നിട്ട് പറയും, ഒരു കാര്യം ഞാൻ അപ്പച്ചനോട് പറയട്ടെ എന്ന് ചോദിക്കും. എന്നിട്ട് നീ എന്നെ വേണേലും പറഞ്ഞു എന്ന് പറയുമ്പം ദേഷ്യത്തോടെ സ്റ്റാൻലി പറയുവാണ്, ഒരു കാര്യം ചെയ്യുക, ഇപ്പം തന്നെ അപ്പച്ചൻ ഇവിടുന്ന് അങ്ങ് വിട്ടു, അവിടെ പുനലൂർ ചെന്നിട്ട് ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ, ആ പണിയൊക്കെ നോക്കി അവിടെ അങ്ങ് ജീവിച്ചാൽ മതി, ഇവിടെ നിൽക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ചാടി അങ്ങ് എഴുന്നേക്കും. പിന്നെ നീ പറയുമ്പോൾ പോകാനിരിക്കുമല്ലേ, ഞാൻ അങ്ങ് പോകുന്നില്ല, നീ എന്നാന്നാ വിചാരിച്ചേ, നീ വലിയ ആളായത് എന്നോട്ടാ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ വലിയ ആളായത് എപ്പോഴാണ് എന്നുള്ള കാര്യം, പണ്ട് എൻ്റെ മടിയിലിരുന്ന് അപ്പിടുകയും മൂത്രമൊഴിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് നീ ഈ നിലയിലെത്തിയത്, അത് മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അങ്ങ് പോകുന്നു. അത് സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏതായാലും വാതയ്ക്ക് പോയി നിന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും നാളും വേണ്ട എന്ന് വെച്ചതാണ് ഞാൻ, നീ ഇനി നോക്കിക്കോ, ഇനി തൊട്ട് അങ്ങോട്ട് ഞാനും ചിഹ്നമ ഒറ്റക്കെട്ടായിരിക്കും, നീ ഞങ്ങളോടൊന്ന് മത്സരിക്കുക, എന്നിട്ട് ജയിക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ, ആരാ ജയിക്കുന്നതെന്ന് കാണാം, നീ ആരെയാ പഠിപ്പിക്കാൻ വന്നേ, നിൻ്റെ അപ്പച്ചനെയോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ മീശയൊക്കെ ഒന്ന് പിരിച്ചു വെച്ചിട്ട് അങ്ങ് പോവാണ് അപ്പച്ചൻ. അന്നേരം അങ്ങ് ദേഷ്യം വരുന്നുണ്ട് സ്റ്റാൻലിക്ക്. ഇത് കേട്ട അവിടെ നിന്ന് ആൻ്റപ്പൻ ചിരിക്കും. അന്നേരം ആൻ്റപ്പൻ അങ്ങ് സൂക്ഷിച്ച് നോക്കും. ആൻ്റപ്പൻ അന്നേരം കളം വിടും, പെട്ടെന്നങ്ങ് പോകുന്നു. പക്ഷേ അവരുടെ മുമ്പ് വെച്ച് അങ്ങനെ പറഞ്ഞത് സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്റ്റാൻലി പിറുപുറത്തുകൊണ്ട് അവിടെ ദേഷ്യപ്പെട്ടിരിക്കുന്നു, ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റും പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ വൈജയന്തി കാണിക്കുന്നു. വൈജയന്തി അടുക്കളയിൽ പണിയെടുത്ത് മടുത്തു. വേലക്കാരി 4 ദിവസം ലീവ് എടുത്തു പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല. അപ്പം 4 ദിവസമായിട്ട് അടുക്കളയിൽ പണി മൊത്തം ചെയ്യുന്നത് വൈജയന്തിയാണ്. അടുക്കളയിൽ പണിയെടുത്ത് മടുത്തതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ചെയ്തിട്ട് വർക്ക് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം കാണുന്നത് അടുപ്പത്തിരുന്ന് കരിയുന്ന തോരനാണ്. അന്നേരം ദേഷ്യം വന്നിട്ട് വന്ന് ഇളക്കി അത് ഓഫ് ചെയ്യും. എന്നിട്ട് തന്നെത്താനെ പിറുപിറുക്കും, ഒരെണ്ണം സഹായിക്കാനില്ല, ഞാൻ ഒറ്റ ഒരാൾ ഈ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടണം, ഒരുത്തി പണിക്ക് വെച്ചതാ, കൊടുക്കുന്ന പൈസയ്ക്ക് നന്ദിയില്ലാത്ത കുറേ വർഗ്ഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ പിറുപിറുക്കും. എന്നിട്ട് പറയുവാണ്, ഇവിടെ കുറേ എണ്ണങ്ങളുണ്ട്, അതുങ്ങളൊന്ന് അടുക്കളയിൽ കയറി സഹായിക്കാം, അതങ്ങനെ പെറ്റ തള്ളയോട് സ്നേഹം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്ത് ഇങ്ങനെ പോയിരിക്കും. എന്നിട്ട് തന്നെത്താനെ പറയുക, അങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഉള്ളതുങ്ങൾ അങ്ങനെ ഉണ്ണണ്ട, ഞാൻ ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ അടുപ്പയിലിരുന്ന കഞ്ഞിയാൻ തോന്നും അതും ഓഫ് ചെയ്തിട്ട് നേരെ ഫ്രണ്ടിലോട്ട് പോവാണേ. ഈ സമയം ബബിത അവിടെ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. കൃഷ്ണമോള അടുത്തോട്ട് വന്നിട്ട് ചോദിക്കും, ഭയങ്കര പഠിത്തമാണല്ലോ, ഈ പ്രാവശ്യം റാങ്ക് മേടിക്കുമോ എന്ന്. അന്നേരം പിന്നെ റാങ്ക് പാസ്സായാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ,
ഓ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ എന്നിങ്ങനെ കളിയാക്കും. എന്നിട്ട് ഞാൻ ടി വി വെച്ചോട്ടെ എന്ന് വയ്ക്കും. എന്നിട്ട് നീ ടി വി വെച്ചു, എൻ്റെ ഇപ്പം തന്നെ തീരും എന്ന് പറയുവാണ്. അങ്ങനെ ടി വി വയ്ക്കുന്നു. എന്തെങ്കിലും പുസ്തകമൊക്കെ മാറ്റി വെച്ചിട്ട് ബബിതയും ടി വി കണ്ടുകൊണ്ടിരിക്കുക. അന്നേരമാണ് അങ്ങോട്ടേക്ക് വൈജയന്തി വരുന്നത്. വൈജയന്തി നേരെ ടി വിയുടെ ഫ്രണ്ടിൽ കയറി നിൽക്കുക. എന്നിട്ട് ഇവിടെ പഠിക്കുവാണ് എന്ന് പറഞ്ഞ് രണ്ടെണ്ണം കൂടി ഇരുന്നിട്ട് ടി വി കാണുവാണോ? ആ അടുക്കളയിൽ വന്ന് എന്നെ ഒന്ന് സഹായിച്ചാലെങ്കിൽ എന്താ, ഇവിടുത്തെ വേലക്കാരി 4 ദിവസമായിട്ട് ലീവാണെന്നും ഈ വീട്ടിലെ പണിയെല്ലാം ചെയ്യുന്നത് ഞാനാണെന്നും നിങ്ങൾക്ക് അറിയാൻ മേലെ എന്ന് വയ്ക്കും. എന്നിട്ട് ബബിത പറയും എനിക്കറിയാം എന്ന് പറയുമ്പോൾ, ഓഹോ അറിയാവുന്നതുകൊണ്ടാണോ ഈ പെറ്റതള്ള ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പം അവിടെ ഒന്നൊന്നും സഹായിക്കാത്തത്, നിനക്കൊന്ന് സഹായിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഞങ്ങളോട് അടുക്കളയിൽ കയറണ്ട എന്ന് പറഞ്ഞത് അമ്മയാണ്, പഠിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞതും അമ്മയാണ്, പിന്നെ എന്തിനാ അമ്മ ഞങ്ങളോട് ഇപ്പോൾ വന്നിങ്ങനെ ദേഷ്യപ്പെടുന്നേ, അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ബബിത തിരിച്ചു ചോദിക്കും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഇവിടുത്തെ സാഹചര്യങ്ങളനുസരിച്ച് നിനക്കൊന്നും ചെയ്യാൻ അറിയത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുവാണേ. അന്നേരം ബബിത പറയും, അങ്ങനെ അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അടുക്കള കയറില്ല എന്ന്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഇങ്ങനെ നന്ദിയില്ലാത്ത കുറേ എണ്ണങ്ങൾ, എനിക്കിങ്ങനെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അടുക്കളയിലെ പണിയെല്ലാം നോക്കണം, അത് കഴിഞ്ഞ് ഓഫീസിൽ പോകണം, ഓഫീസിലെ കാര്യങ്ങളെല്ലാം നോക്കണം, എനിക്കിങ്ങനെ കഷ്ടപ്പെടേണ്ട സമയമല്ല, റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, എന്നിട്ടും ഇതൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ, നന്ദി വേണടി നന്ദി എന്നൊക്കെ പറയുമ്പം ബബിത ചോദിക്കും, അമ്മയുടെ പറച്ചിൽ കേട്ടാൽ തോന്നൂല ഞങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് കാർ റേസിങ്ങിന് പോയി അപകടം പറ്റിയതാണെന്ന്, അമ്മയുടെ അഹങ്കാരം കൊണ്ടല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം നീ എൻ്റെ വായിന്ന് വല്ലതും കേൾക്കും എന്ന് പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെടുവാണ്. അന്നേരം ബബിത എഴുന്നേറ്റ് വന്ന് അടുത്ത് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കിപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ, വേലക്കാരി ഇല്ലാത്തതുകൊണ്ട്, ഇവിടെ എത്ര ജോലിക്കാർ വന്നതാ, അവരെല്ലാം ഇട്ടിട്ട് പോയി, അമ്മ ഇനി ഇപ്പം വന്ന വേലക്കാരിയും പ്രതീക്ഷിക്കൊന്നും വേണ്ട, 4 ദിവസം എന്ന് പറഞ്ഞ് പോയതല്ലേ, എന്നിട്ടിപ്പം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നല്ല പറഞ്ഞേ, അതുകൊണ്ട് വേറൊരാളെ തപ്പുന്നതാണ് നല്ലത്, അമ്മയുടെ സ്വഭാവം വെച്ച് ഇവിടെ ആരും നിൽക്കത്തില്ല, ഇനി ആരെങ്കിലും വന്നാൽ തന്നെ എഗ്രിമെൻറ്റ് വെക്കുന്നതാണ് നല്ലത്, അതാകുമ്പം നമുക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാം, അതൊക്കെ നടക്കുള്ളൂ എന്ന് പറയുമ്പം നീയൊക്കെ എന്നെ കളിയാക്കിക്കൂടി, ഇതൊന്നും നിനക്കൊന്നും ചെയ്തു തരേണ്ട ഒരാവശ്യം എനിക്കുള്ളതല്ല എന്നിങ്ങനെ പറയുമ്പം ബബിത എഴുന്നേറ്റ് അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് അമ്മയ്ക്ക് യാതൊരു നാണമില്ല ഞങ്ങളോട് ഇങ്ങനെ പറയാൻ എന്ന് വയ്ക്കും. എന്നിട്ട് എന്തിനാടി നാണിക്കുന്നത്, നിനക്കൊക്കെ ഉരുട്ടി വിഴുങ്ങാൻ വേണ്ടി തന്നെയല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നത് എന്ന് വയ്ക്കുമ്പം ബബിത പറയും, എനിക്ക് ഉരുട്ടി വിഴുങ്ങണ്ട, ഞാൻ അല്ലാതെ കഴിച്ചോളാമെന്ന്. അന്നേരം വൈജയന്തി പിന്നെയും പറയുവാണ്, നീ അങ്ങോട്ട് വന്നേരം ഉണ്ണാൻ സമയത്ത് കറക്റ്റ് സമയത്ത് ഞാൻ എടുത്തു തരാമെന്ന്. അന്നേരം ബബിത എല്ലാത്തിനും തർക്കത്തിനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കറക്റ്റ് സമയത്ത് വേണ്ട, ഒരു 10 മിനിറ്റ് താമസിച്ച് തന്നാലും മതിയെന്ന്. അന്നേരം ശരിയാക്കി തരാം, അങ്ങോട്ട് പോരെ, നിനക്കൊക്കെ ഞാൻ അമ്മിക്കൽ വേവിച്ച് വെക്കാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പം രണ്ടുപേരുടെ അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഒരു കാര്യം ഞങ്ങൾ ചോദിച്ചോട്ടെ, അമ്മ ഇവിടെ വന്ന സമയത്ത് അമ്മയെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിക്കാതെ ഞാനും ബബിത ചേച്ചിയും രോഹിയേട്ടനോട് ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്, അതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെയെല്ലാം അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അടുക്കളയിൽ കയറണ്ട എന്ന് പറഞ്ഞ് ഇറക്കി വിടുകയും ചെയ്ത അമ്മയല്ലേ, എന്നിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ നാണമില്ലേ എന്ന് കൃഷ്ണമോളും ചോദിക്കുന്നു. അന്നേരം വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുവാണ്, നീയൊക്കെ എൻ്റെ മക്കൾ തന്നെയാണോ, എനിക്ക് സംശയമുണ്ട്, പെറ്റ തള്ളയോട് സ്നേഹവും കരുണയില്ലാത്ത കുറേ സാധനങ്ങൾ എന്ന്. അന്നേരം ബബിത പറയുന്നുണ്ട്, അമ്മ ഈ പറഞ്ഞ സാധനം മാർക്കറ്റിൽ നിന്ന് മേടിച്ചാൽ കിട്ടുന്നതല്ല, പിള്ളേർ വളർന്നു വരുന്ന സമയത്ത് ഈ പറഞ്ഞ അച്ഛനും അമ്മയും എല്ലാവരും കൂടി മക്കളുടെ മനസ്സിൽ വിത്ത് പാകി മുളപ്പിച്ചെടുക്കേണ്ട ഒരു സാധനമാണ് സ്നേഹം, കരുണ, ദയ എന്നൊക്കെ പറയുന്ന സാധനം, അല്ലാതെ അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതങ്ങ് തിരിച്ചു കിട്ടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുകയില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം ആയിക്കോട്ടെ, എങ്കിൽ നീയൊക്കെ ഇനി അങ്ങോട്ട് പോരാ കേട്ടോ, നിനക്കൊക്കെ ഉരുട്ടി വിഴുങ്ങാൻ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് വൈജയന്തി. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. ഏതായാലും അത് കഴിഞ്ഞ് നാളത്തെ പ്രൊമോയിൽ ഇവർ അടുക്കളയിലോട്ട് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് പിന്നെയും സംസാരം നടക്കുന്നുണ്ട്. അന്നേരം ബബിതയോട് ദേഷ്യപ്പെട്ട് വൈജയന്തി പറയുവാണ്, ഞാൻ അങ്ങനെ തന്നെയാണ്, എനിക്ക് ഇഷ്ടമില്ലാത്തവരോട് എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല, അത് ഞാൻ ചെയ്യത്തുമില്ല എന്ന്. അന്നേരം ബബിത ചോദിക്കും, അപ്പോൾ അമ്മയ്ക്ക് പണ്ട് തൊട്ടേ അച്ഛനെ ഇഷ്ടമല്ല അല്ലേ, അതുകൊണ്ടല്ലേ അമ്മ അച്ഛനോട് ഇങ്ങനെ പെരുമാറുന്നത്, എൻ്റെ ഓർമ്മ വെച്ചതിന് ശേഷം അമ്മ മര്യാദയ്ക്ക് അച്ഛനോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ബബിത പറയുവാണ്. അപ്പോഴത്തേക്കും അങ്ങോട്ട് രോഹിത്തും വരുന്നുണ്ട്. ഇപ്പം മക്കൾ 3 ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ സാധനങ്ങൾ 4 മക്കളുണ്ട്, എന്നിട്ട് തന്നെ പ്രയോജനം എന്ന് പറയുമ്പം ബബിത 4 എണ്ണോ, ഞങ്ങൾ 3 എണ്ണമല്ലേ ഉള്ളൂ, ഒരെണ്ണം എവിടുന്നാണ് വന്നതെന്ന് ചോദിക്കുന്നു. അന്നേരം പെട്ടെന്ന് വൈജയന്തിക്ക് അടി കിട്ടിയ പോലെ ആവുമേ. അത് കഴിഞ്ഞ് തർക്കുത്തരം പറഞ്ഞ് ബബിത ഇറങ്ങി ഓടുന്നതും കാണിക്കുന്നുണ്ട്. പിന്നെ അലീനയെ കാണിക്കുന്നുണ്ട് കേട്ടോ. അലീന പട്ടിണി ഇരുന്നിട്ടും മനസ്സിലൊരു ദയൊന്നും ഇല്ലല്ലോ സ്റ്റാൻലിക്ക്, വാശിക്കൊട്ടും കുറവില്ലാതെ ഇരിക്കുമല്ലേ. പിന്നെ അലീനയോട് പോയി സംസാരിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ഛ എന്ന് വിളിച്ചത് ബാലേന്ദ്രനെയാണ്, അച്ഛനെയാണ്. അച്ഛൻ അന്ന് സമ്മതിച്ച സമയത്ത് എനിക്കുണ്ടായ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് അറിയാവോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സ്റ്റാൻലിയോട് സംസാരിക്കും. സ്റ്റാൻലിക്ക് വിഷമമായി തുടങ്ങി. കാരണം സ്റ്റാൻലിയേക്കാൾ മുകളിലാണ് ബാലേന്ദ്രൻ എന്നാണ് അലീന പറയുന്നത് എന്ന് തോന്നിയിട്ട് സ്റ്റാൻലി ചോദിക്കുക, ഞാൻ അത്ര പോരാലേ എന്ന്. അപ്പം അലീനയ്ക്കും ഇത്ര വിഷമം ആ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ. ഏതായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.